നമസ്കാരം. WMC ന്യൂസിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ഞാൻ അലോഷ്യസ് പെരേര. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് കാലത്തും കൈത്താങ്ങായി വേൾഡ് മലയാളി കൗൺസിൽ. ഭാരതത്തിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ സംഭാവന ചെയ്യാൻ 25 ലക്ഷം രൂപയുടെ പദ്ധതിയുമായി WMC അമേരിക്കൻ റീജിയൻ. കോവിഡ് കാലത്ത് ഓൺലൈൻ തൊഴിൽമേള നടത്തി വേൾഡ് മലയാളി കൗൺസിൽ മലേഷ്യ പ്രോവിൻസ്. കോവിഡാനന്തര ആരോഗ്യ സംരക്ഷണത്തിന് പോസ്റ്റ് കോവിഡ് കെയർ കിറ്റുമായി കോയമ്പത്തൂർ പ്രോവിൻസ്. വാർത്തകൾ വിശദമായി. കൊറോണ വൈറസ് വ്യാപനം തടയാൻ സർക്കാർ ഏർപ്പെടുത്തിയ ലോക്ക്ഡൌൺ വ്യവസ്ഥകൾ പാലിക്കേണ്ടി വന്നതിനാൽ കഴിഞ്ഞ 2 ആഴ്ചകളിലെ WMC ന്യൂസ് ഷൂട്ട് ചെയ്യാൻ തടസ്സം നേരിട്ടതിനാൽ പതിവ് ബുള്ളറ്റിനുകളിൽ പ്രോവിൻസ് വാർത്തകൾ ചേർക്കാൻ സാധിച്ചില്ല. അതിൽ നിർവ്യാജം ഖേദിക്കുന്നു. ഇതിനിടയിലും ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്തിയ WMC പ്രോവിൻസുകൾ അനുമോദനം അർഹിക്കുന്നു. പ്രത്യേകിച്ച് 25 ലക്ഷം രൂപ സമാഹരിച്ച് ഭാരതത്തിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ സംഭാവന ചെയ്യാൻ തീരുമാനിച്ച WMC അമേരിക്കൻ റീജിയന്റെ ധനശേഖരണ പദ്ധതി ഏറെ പ്രശംസനീയമാണ്. കോവിഡ് മഹാമാരിയുടെ 2ാം വ്യാപനം ഭാരതത്തിലെങ്ങും രൂക്ഷമായ ഓക്സിജൻ സിലിണ്ടർ ക്ഷാമത്തിനിടയാക്കിയപ്പോൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും സഹായ പ്രവാഹമുണ്ടായി. വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയൻ അടിയന്തരമായി നടത്തിയ പരിശ്രമങ്ങളിൽ പ്രധാനം 25 ലക്ഷം രൂപ സമാഹരിച്ച് ആ തുകയ്ക്കുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ ഇന്ത്യയിൽ എത്തിക്കുക എന്നതാണ്. അമേരിക്ക റീജിയന്റെ കീഴിലുള്ള ന്യൂജേഴ്സി, ന്യൂയോർക്ക്, പെൻസിൽവാനിയ, കണക്റ്റിക്കട്ട്, ഹ്യൂസ്റ്റൺ, ഡാലസ്, അറ്റ്ലാന്റ, റിയോ ഗാർഡൻ വാലി, വാഷിംഗ്ടൺ DC, ഫ്ലോറിഡ എന്നീ പ്രോവിൻസുകളുടെ പിന്തുണയോടെ നടക്കുന്ന ധനശേഖരണ യജ്ഞങ്ങൾക്ക് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത്. വേൾഡ് മലയാളി കൗൺസിൽ മലേഷ്യ പ്രോവിൻസ് മെയ് മാസത്തിൽ നടത്തിയ ഓൺലൈൻ തൊഴിൽ മേളയും ആർട്ട് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന വിഷയത്തിൽ നടത്തിയ വെബിനാറും വിദ്യാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകരായ യുവാക്കൾക്കും ഏറെ ഗുണകരമായ സംരംഭങ്ങൾ ആയിരുന്നു. മലയാളി സമൂഹത്തിനും മലേഷ്യൻ സമൂഹത്തിനും പ്രയോജനപ്രദമായ രീതിയിലാണ് ഈ 2 പരിപാടികളും സംഘടിപ്പിച്ചത്. WMC മലേഷ്യൻ പ്രോവിൻസ് പ്രവർത്തനം ആരംഭിച്ച് 1 വർഷം തികയുന്നതേയുള്ളൂ. എങ്കിലും മലയാളി സമൂഹത്തിന്റെ നന്മയ്ക്കും ഒപ്പം പ്രാദേശിക മലേഷ്യൻ സമൂഹത്തിനും പ്രയോജനപ്രദമായ രീതിയിലാണ് പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിന് ഓൺലൈൻ കരിയർ ഫെയറും വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും ലക്ഷ്യമിട്ട് ദി ആർട്ട് ഓഫ് എഫക്റ്റീവ് പ്രസന്റേഷൻ എന്ന വിഷയത്തിലും 2 ആഴ്ചയായി നടത്തിയ സെമിനാർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അർക്കൻസാസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഷാരോൺ കൗർ ആണ് മുഖ്യ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചതും വിദ്യാർത്ഥികളുടെ ചോദ്യോത്തരവേള സജീവമാക്കിയതും. ഇന്ത്യയുടെ ഉറ്റ സുഹൃത്ത് രാജ്യമായ ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹത്തിലെ വ്യവസായ സംരംഭകരുടെ വേദിയായ ഇൻഡോ ഓസ്ട്രേലിയൻ ബിസിനസ് ഫോറത്തിന്റെ അവാർഡ് നിശ കലാവൈവിധ്യത്തിന്റെ വർണ്ണവിസ്മയം തീർത്ത രാവു കൂടിയായി. വേൾഡ് മലയാളി കൗൺസിൽ സിഡ്നി പ്രോവിൻസ് കൂടെ പങ്കാളിത്തം വഹിച്ച ഈ ബിസിനസ് അവാർഡ് നിശയെക്കുറിച്ച് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഇർഫാൻ മാലിക് തയ്യാറാക്കിയ റിപ്പോർട്ട്. Good evening all. Greetings and namaskaram to എല്ലാവർക്കും. On behalf of Metro Malayalam and World Malayali Council, it's a privilege and honor to bring to you the annual IABCA Indo-Australia Business Community Awards Gala Night Evening celebrations to you this Friday, the 14th of May 2021 from the International Convention Centre, Sydney. It's been a great enthralling experience here, joined by leading luminaries of who's who in Australia across government, corporates, businesses, community organizations, and change makers, celebrating the successes and global impact created by individuals and organizations across the Australia-India corridor and bilateral ties. This gala evening is being organized by Gandhi Creations and hosted by the well-respected founder Sonia Sadiq Gandhi, who's helped showcase businesses, community, art and cultural talents across Australia, India, emphasizing the close and growing relationship between Australia and India, which has also been strengthened by the comprehensive strategic partnership agreement signed between the Prime Ministers across Australia and India last year.
This event has been fully supported by New South Wales government and Invest New South Wales and other leading business community and leading media houses. This event also had our newly appointed Indian High Commissioner designate His Excellency Manpreet Vohra, who reflected on the growing closer relationship between the two countries. The Honourable Julian Leeser, MP, representing the Prime Minister of Australia, Honourable Scott Morrison, shared his thoughts and support representing the entire nation and for the Indian community at large. The leader of the opposition, Honourable Anthony Albanese, was represented by Honourable Senator Christina Keneally, who reinforced the closer ties and bipartisan support for Australia-India relationship. There were numerous awards, including Young Professional, the Community Services Excellence, Business Leader, Businesswoman, Spirit of Sport Award, Excellence in Community Service, Innovation, Research, Development, SME, Impact Awards between Australia, India, and the Lifetime Achievement Awards as well. There was a great lineup of nominees and award winners across India diaspora, Australian community, business organizations, and also several Malayali leaders, organizations across the Malayali community, across Australia, who were recognized and awarded as part of this annual awards. This was truly a showcase of diversity, inclusivity, vibrance, and beyond all, future collaborative thought leadership and impactful social innovation between Australia and India. It was great to be part of this leading event representing Metro Malayalam and World Malayali Council, and as part of the leadership of Australia India Business Council, who've been all a strong supporter for this annual award program. This is Irfan Malik, and reaching out to you to support this ongoing and to really showcase our Malayali talent of businesses and individuals as well going forward. Irfan Malik bringing to you this event on behalf of Metro Malayalam and World Malayali Council. Thank you. Namaskaram. Nandi. കോവിഡാനന്തര ആരോഗ്യ സംരക്ഷണത്തിന് പോസ്റ്റ് കോവിഡ് കെയർ കിറ്റുമായി കോയമ്പത്തൂർ പ്രോവിൻസ്. ചികിത്സ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നവർക്ക് നൽകാനായി 2000 കിറ്റുകൾ വിതരണം ചെയ്യാനാണ് തീരുമാനം. കേരളത്തിലേതുപോലെ തന്നെ കോവിഡ് വ്യാപനം രൂക്ഷമായ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ഇതിനകം വ്യത്യസ്തമായ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി സമൂഹ ശ്രദ്ധ നേടിയ WMC കോയമ്പത്തൂർ പ്രോവിൻസ് ഇപ്പോൾ 2000 രോഗികൾക്ക് പോസ്റ്റ് കോവിഡ് കെയർ കിറ്റ് നൽകുന്ന പദ്ധതി ആരംഭിച്ചു. ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവർക്ക് വൈറ്റമിൻ CD, സിങ്ക് ഗുളികകളും N95 മാസ്ക്, സാനിറ്റൈസർ, ഹാൻഡ് വാഷ് എന്നിവയും ഉൾപ്പെടുന്നതാണ് ഈ കിറ്റ്. പ്രോവിൻസിന് കീഴിലുള്ള സാന്ത്വന സ്പർശം ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായി തുടർന്നു വരുന്ന നിരവധി പദ്ധതികളിൽ ഒന്നാണ് ഇത്. PSG ആശുപത്രിയിലെ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ സെന്റർ മേധാവികളായ V. ഹരി, വിനോദ്, ജാനകി രാമൻ എന്നിവർക്ക് പ്രോഗ്രാം കോർഡിനേറ്റർമാരായ രാജൻ ആറുമുഖം, വിജയൻ ചെറുശ്ശേരി എന്നിവർ ചേർന്ന് കൈമാറി. സാന്ത്വന സ്പർശം പദ്ധതി ചെയർമാൻ ഡോക്ടർ P. കൃഷ്ണകുമാർ, വൈസ് ചെയർമാൻ ഡോക്ടർ S. രാജശേഖരൻ, പ്രോവിൻസ് വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ വത്സല വാര്യർ, എക്സിക്യൂട്ടീവ് അംഗം R. ജയശങ്കർ, മുരളീധരൻ എന്നിവരും പങ്കെടുത്തു. വേൾഡ് മലയാളി കൗൺസിലിന്റെ കീഴിൽ തമിഴ്നാട്ടിലെ രണ്ടാമത്തെ പ്രോവിൻസായ കോയമ്പത്തൂർ പ്രോവിൻസ് രൂപീകരിച്ചിട്ട് 1 വർഷം തികയുന്നതേയുള്ളൂ. സമൂഹത്തിന്റെ നാനാതുറകളിലെ പ്രമുഖരും സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പരിചയസമ്പന്നരുമായ അംഗങ്ങളുടെ പങ്കാളിത്തം മൂലം സജീവമായ കർമ്മ പദ്ധതികൾ നടപ്പാക്കാൻ തുടക്കം മുതലേ കഴിയുന്നത് ഈ പ്രോവിൻസിനെ വ്യത്യസ്തമാക്കുന്നു. മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് കട്ടിലും കിടക്കയും സംഭാവന ചെയ്തു WMC തിരുവനന്തപുരം ചാപ്റ്റർ. മലയൻകീഴ് ഗവൺമെന്റ് കോളേജിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് ആവശ്യമായ കട്ടിലും കിടക്കയും WMC തിരുവനന്തപുരം ചാപ്റ്റർ സംഭാവന നൽകി. ഇത് സംബന്ധിച്ച ചടങ്ങിൽ ശ്രീ IB സതീഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ചന്ദ്രൻ നായർ,
മലയൻകീഴ് സർക്കിൾ ഇൻസ്പെക്ടർ പി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. WMC ഭാരവാഹികളിൽ നിന്നും ഏറ്റുവാങ്ങി MLA പഞ്ചായത്ത് അധികൃതർക്ക് കൈമാറി. ചടങ്ങിൽ ചാപ്റ്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് കറിയ, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഷാജി M. മാത്യു, ചാപ്റ്റർ ജനറൽ സെക്രട്ടറി സാബു തോമസ്, ട്രഷറർ പ്രസാദ് നാരായണൻ, ജോയിന്റ് സെക്രട്ടറി സുനിൽ കുമാർ, വൈസ് പ്രസിഡന്റ് സന്തോഷ് ഐഡിയൽ എന്നിവർ സംബന്ധിച്ചു. ഇനിയും കട്ടിലുകൾ ആവശ്യം വന്നാൽ അതും നൽകുമെന്ന് ചാപ്റ്റർ പ്രസിഡന്റ് അറിയിച്ചു. പ്രശസ്ത മൃദംഗ വിദ്വാൻ എനിക്കാവ് N. സുനിൽ എഴുതിയ റീസൗണ്ടിംഗ് മൃദംഗം എന്ന പുസ്തകം ഗായിക ശ്രീമതി KS ചിത്ര പ്രകാശനം ചെയ്തു. പ്രസ്തുത ചടങ്ങിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട്. പ്രശസ്ത മൃദംഗ വിദ്വാൻ എനിക്കാവ് N. സുനിൽ എഴുതിയ റീസൗണ്ടിംഗ് മൃദംഗം എന്ന ഇംഗ്ലീഷ് പുസ്തകം പ്രശസ്ത പിന്നണി ഗായിക KS ചിത്ര പ്രകാശനം ചെയ്തു. കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓൺലൈനായിട്ടായിരുന്നു പ്രകാശനം. ഡോക്ടർ അച്യുത് ശങ്കർ S. നായർ പുസ്തകത്തെയും ഗ്രന്ഥകർത്താവിനെയും പരിചയപ്പെടുത്തി. മൃദംഗ വിദ്വാൻ പാലക്കാട് TR രാജമണി, നടൻ നെടുമുടി വേണു, സംഗീത വിദുഷി ഡോക്ടർ ഓമനക്കുട്ടി, ചെണ്ട വിദ്വാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സംഗീത സംവിധായകൻ ശരത്ത്, കർണാടക സംഗീതജ്ഞൻ ശ്രീവത്സൻ J. മേനോൻ, നർത്തകിയും നടിയുമായ ലക്ഷ്മി ഗോപാലസ്വാമി, കർണാടക സംഗീതജ്ഞൻ നെയ്വേലി സന്താന ഗോപാലൻ, മൃദംഗ വിദ്വാൻ B. ഹരികുമാർ, കവയിത്രി ഡോക്ടർ ആര്യാംബിക, വാഗ്ഗേയകാരനും സംഗീതജ്ഞനുമായ ഡോക്ടർ BM സുന്ദരം, മൃദംഗ വിദ്വാൻ AV ആനന്ദ്, മൃദംഗ വിദ്വാൻ തൃശൂർ C. നരേന്ദ്രൻ, ശാസ്ത്രജ്ഞൻ ഡോക്ടർ വരദരംഗൻ, മൃദംഗ വിദ്വാൻ VV രമണമൂർത്തി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ലോകത്തെവിടെയും ആമസോണിൽ പുസ്തകം ലഭ്യമാണ്. കർണാടക സംഗീതത്തിന്റെ അവിഭാജ്യ ഘടകമായ മൃദംഗത്തിന്റെ സൂക്ഷ്മവശങ്ങൾ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന അമൂല്യ ഗ്രന്ഥമാണ് റീസൗണ്ടിംഗ് മൃദംഗം. ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിലെ ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീത വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അക്കാദമിക് ഗ്രന്ഥമായി ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഈ പുസ്തകത്തിന്റെ രൂപകൽപ്പന. ഇംഗ്ലീഷിലാണ് ഗ്രന്ഥം എന്നതിനാലും ഇന്ത്യൻ സംഗീതത്തിന്റെ പദാവലിക്ക് തത്തുല്യമായ പാശ്ചാത്യ സംഗീത പദങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകാശവാണിയുടെ A. ഗ്രേഡ് മൃദംഗ വിദ്വാനായ എനിക്കാവ് N. സുനിൽ കർണാടക സംഗീത രംഗത്തെ മഹാവിദ്വാൻമാരായ സംഗീതജ്ഞരുടെ കച്ചേരികളിൽ മൃദംഗ വാദകനുമാണ്. ചെമ്പൈ ട്രസ്റ്റ് അവാർഡ്, ചൈതന്യശ്രീ പുരസ്കാരം, കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പ്, അഖിലേന്ത്യാ അന്തർ സർവകലാശാല യുവജനോത്സവത്തിൽ സ്വർണ്ണ മെഡൽ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭാര്യയുടെ വേർപാടിന്റെ വേദനയിൽ നിന്ന് പാട്ടിന്റെ സാന്ത്വനത്തിലേക്ക് മടങ്ങിവരുന്ന മലയാളി ഗസൽ ഗായകൻ മനു തമ്പി വീണ്ടും പാടിത്തുടങ്ങുന്നു. കേരളത്തിലെ അപൂർവം യുവ ഗസൽ ഗായകരിൽ ശ്രദ്ധേയനാണ് മനു തമ്പി. കോവിഡിന്റെ ആദ്യ നാളുകളിൽ ആരോഗ്യ പ്രവർത്തകയായ മനുവിൻ്റെ ഭാര്യ സിജി ജോലിക്കിടയിൽ തളർന്നു വീണ് മരിക്കുകയായിരുന്നു. അതിനുശേഷം 1 വർഷത്തോളം നിശബ്ദമായി കഴിഞ്ഞ മനു തമ്പി വിരഹവേദന മറക്കാൻ പാടിത്തുടങ്ങുന്നു. 2 പതിറ്റാണ്ട് മുമ്പ് അനന്തപുരിയിലെ പ്രസിദ്ധമായ MBA സ്ക്വയറിൽ ഗായകനായി ഗാനവേദികളിലും TV ഷോകളിലും സജീവമായിരുന്നു മനു തമ്പി എന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ. 1 പതിറ്റാണ്ടിലേറെയായി കേരളത്തിലെ അറിയപ്പെടുന്ന ഗസൽ ഗായകനെന്ന ജനപ്രിയത നേടാനുമായി. ഉസ്താദ് മെഹദി ഹസൻ, ഗുലാമലി, ജഗ്ജീത് സിംഗ്, പങ്കജ് ഉദാസ്, ഹരിഹരൻ എന്നിവരുടെ പ്രിയ ശീലുകൾ കേരളത്തിലെ വേദികളിൽ സജീവമാക്കി. അതിനൊപ്പം ആൽബങ്ങളും പുറത്തിറക്കി. ഏതാനും വർഷങ്ങളായി സൂര്യ സംഗീതോത്സവ വേദിയിലും മനുവിൻ്റെ ഗസൽ സന്ധ്യ തേന്മഴയായി പൊഴിഞ്ഞു. മലയാള TV ചാനലുകളിൽ സജീവമായ ഈ ഗായകൻ ഉദയ്പൂരിലെ സൂഫി ഗസൽ ഗായകനോടൊപ്പം ദേശീയ തലത്തിലും വേദി പങ്കിടാറുണ്ട്. ആരോഗ്യവകുപ്പിൽ ജീവനക്കാരായിരുന്നു മനു തമ്പിയും ഭാര്യയും. മനുവിൻ്റെ ജീവിതത്തിൽ നിന്നും പ്രിയതമയെ മരണം അകാലത്തിലാണ് തട്ടിയെടുത്തത്. കൊറോണ കാലത്തെ സേവനത്തിനിടയിൽ ശാരീരിക അസ്വസ്ഥത തോന്നിയ ഭാര്യ സിജിയെ അടുത്തിരുത്തി ആശുപത്രിയിലേക്ക് കാറോടിച്ചു പോകവേ മടിയിൽ കിടന്നാണ് മരിച്ചത്. ഭാര്യയുടെ ദുഃഖസ്മരണയുടെ ഇരമ്പം ഒഴിവാക്കാൻ വീണ്ടും പാട്ടിൻ്റെ വഴി തേടുകയാണ് മനു തമ്പി. ഗ്ലോബൽ വിമൻസ് ഫോറം അന്തരിച്ച മുൻ മന്ത്രി KR ഗൗരിയമ്മയുടെ അനുസ്മരണം സംഘടിപ്പിച്ചു. യോഗത്തിൽ മുൻ മന്ത്രി MA ബേബി, സാമൂഹിക പ്രവർത്തകയായ ശ്രീമതി G. പാർവതി ദേവി, പത്രപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം എന്നിവർ മുഖ്യ അതിഥികളായി അനുസ്മരണ സന്ദേശം നൽകി. ആധുനിക കേരള സമൂഹത്തിൽ കരുത്തിൻ്റെയും സാമൂഹിക നവോത്ഥാനത്തിൻ്റെയും മായാത്ത മുദ്രകൾ പതിപ്പിച്ച് കേരളം കണ്ട കരുത്തുറ്റ വനിതാ ഭരണാധികാരി എന്ന സ്ഥാനത്ത് പതിറ്റാണ്ടുകൾ വിരാജിച്ച് 102-ാം വയസ്സിൽ വിട പറഞ്ഞ KR ഗൗരിയമ്മയ്ക്ക് പ്രണാമമർപ്പിച്ച്
WMC വിമൻസ് ഫോറം നടത്തിയ വെബിനാറിൽ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ അണിനിരന്നു. പ്രമുഖ CPM നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ MA ബേബി അനുസ്മരണ പ്രഭാഷണം നടത്തി. പത്രപ്രവർത്തകയും സാമൂഹിക പ്രവർത്തകയുമായ G പാർവതി ദേവി, മലയാള മനോരമ ബ്യൂറോ ചീഫ് ശ്രീ ജോൺ മുണ്ടക്കയം എന്നിവർ പ്രസംഗിച്ചു. വനിതാ ഫോറം ഗ്ലോബൽ ചെയർപേഴ്സൺ ശ്രീമതി തങ്കമണി ദിവാകരൻ, പ്രസിഡന്റ് ശ്രീമതി ജാനറ്റ് വർഗീസ്, സെക്രട്ടറി ശ്രീമതി ആൻസി ജോയ്, ട്രഷറർ ശ്രീമതി മോളി സ്റ്റാൻലി എന്നിവർ നേതൃത്വം നൽകി. WMC ഗ്ലോബൽ ചെയർമാൻ ശ്രീ ജോണി കുരുവിള, പ്രസിഡന്റ് ശ്രീ TP വിജയൻ, സെക്രട്ടറി ജനറൽ ശ്രീ പോൾ പാറപ്പള്ളി, ശ്രീ CU മത്തായി എന്നിവരും സംസാരിച്ചു. WMC അമേരിക്കൻ റീജിയന്റെ കീഴിൽ രൂപീകരിച്ച പുതിയ ഫ്ലോറിഡ പ്രൈം പ്രോവിൻസിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ജസ്റ്റിസ് കുര്യൻ ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയൻ പുതിയ ഭരണസമിതി സ്ഥാനമേറ്റ ശേഷം പുതുതായി ആരംഭിച്ച ഫ്ലോറിഡ പ്രൈം പ്രോവിൻസ് ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ ബാബു ജോസഫ് ചെയർമാൻ, ബ്ലെസിൻ മണ്ണിൽ പ്രസിഡന്റ്, ജോബിൻ ജോൺ സെക്രട്ടറി, ബേബി സെബാസ്റ്റ്യൻ ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങൾ സ്ഥാനമേറ്റെടുത്തു. തോമസ് ചിറമേൽ, ഡോക്ടർ അംബ്രോസ് ചാഴിക്കാട്, ജോമോൻ ചെമ്മനപ്പള്ളി, ബേബി ജോസഫ്, അഞ്ജലി നായർ, എബ്രഹാം കല്ലന്തടിയിൽ, ഡിജോയ് റാഫേൽ എന്നിവരും ഭാരവാഹികളാണ്. വനിതാ ഫോറം പ്രസിഡന്റായി ഡോക്ടർ റോസ് ബേബി ജോസഫും യൂത്ത് ഫോറം ചെയർമാനായി സിദ്ധാർത്ഥ് നായരും ചുമതലയേറ്റു. ജസ്റ്റിൻ കുര്യൻ ജോസഫ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുൻ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ AV അനൂപ്, സിനിമാ നടൻ ബാബു ആന്റണി, ഫാദർ സന്തോഷ് ജോർജ് എന്നിവർ മുഖ്യ അതിഥികളായി. അമേരിക്ക റീജിയൻ ചെയർമാൻ ശ്രീ ഹരിനമ്പൂതിരി, പ്രസിഡന്റ് ഡോക്ടർ തങ്കം അരവിന്ദ്, ട്രഷറർ ശ്രീ ജെയിംസ് കൂടൽ, ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള, പ്രസിഡന്റ് ശ്രീ TP വിജയൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. WMC ന്യൂസ്, ഫ്ലോറിഡ പ്രൈം പ്രോവിൻസ്. വേൾഡ് മലയാളി കൗൺസിൽ കണക്റ്റിക്യൂട്ട് പ്രവിശ്യയുടെ ഭൗമദിന ആചരണ പ്രവർത്തനങ്ങൾ സൗത്ത് വിൻസർ എന്ന പട്ടണത്തിൽ മാതൃകാ പ്രവർത്തനങ്ങളോടെ തുടക്കം കുറിച്ചു. ഹൈസ്കൂൾ വിദ്യാർത്ഥിയും WMC CT അംഗവുമായ അവിനാഷ് ശ്രീജി നടത്തിയ ധനസമാഹരണ യജ്ഞത്തിൽ നിന്നും ലഭിച്ച തുക വിനിയോഗിച്ചാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. അത് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. ഭൗമദിന സന്ദേശം കർമ്മ പദ്ധതികളിലൂടെ ഭാവി തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ WMC കണക്റ്റിക്കട്ട് പ്രോവിൻസ് സംഘടിപ്പിച്ച ഭൗമദിന ആഘോഷം സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രതീകം കൂടിയായി. ഹൈസ്കൂൾ വിദ്യാർത്ഥിയും WMC CT അംഗവുമായ അവിനാഷ് ശ്രീജി സമാഹരിച്ച പണം കൊണ്ടാണ് ഇത് സാധ്യമായത്. WMC സെക്രട്ടറി ലിസ രാമചന്ദ്രൻ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ട നേതൃത്വം നൽകി. ഈ ഉദ്യമങ്ങൾക്ക് നാന്ദി കുറിച്ചത് ഭൗമദിനത്തിൽ 6 അടി പൊക്കമുള്ള 2 വൃക്ഷങ്ങൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളെ ശുശ്രൂഷിക്കുന്ന സെന്ററിനോട് ചേർന്ന് നട്ടാണ്. സെക്രട്ടറി ലിസ രാമചന്ദ്രൻ, അവിനാഷ് ശ്രീജി, സെന്റർ CEO ട്രേസി വാൾക്കർ, മറ്റു സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ വൃക്ഷങ്ങൾ നടുന്ന ചടങ്ങിൽ പങ്കെടുത്തു. 12 അടി ഉയരമുള്ള ഓക്ക് മരം സൗത്ത് വിൻസ്റ്റർ പാർക്കിലും ഇതിന്റെ ഭാഗമായി നട്ടു. കൗൺസിൽ പ്രസിഡന്റ് മഞ്ജു നീലിവീട്ടിൽ, സെക്രട്ടറി ലിസ രാമചന്ദ്രൻ, അവിനാഷ് ശ്രീജി, വിമൻസ് ഫോറം ചെയർപേഴ്സൺ ഡോക്ടർ റെമി മാത്യൂസ്, വൈസ് ചെയർ ബീന നായർ, കൗൺസിൽ അംഗങ്ങളായ ശ്രീജി വിജയൻ, ഇഷ ശ്രീജി, ആൻഡ്രൂസ് മാത്യു എന്നിവർ ഈ പരിപാടിയിൽ പങ്കെടുത്തു. WMC ന്യൂസ്, കണക്റ്റിക്കട്ട് പ്രൊവിൻസ്. വാർത്തകൾ അവസാനിക്കുന്നതിന് മുമ്പ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് കാലത്തും കൈത്താങ്ങായി വേൾഡ് മലയാളി കൗൺസിൽ. ഭാരതത്തിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ സംഭാവന ചെയ്യാൻ 25 ലക്ഷം രൂപയുടെ പദ്ധതിയുമായി WMC അമേരിക്കൻ റീജിയൻ. കോവിഡ് കാലത്ത് ഓൺലൈൻ തൊഴിൽമേള നടത്തി വേൾഡ് മലയാളി കൗൺസിൽ മലേഷ്യ പ്രോവിൻസ്. കോവിഡാനന്തര ആരോഗ്യ സംരക്ഷണത്തിന് പോസ്റ്റ് കോവിഡ് കെയർ കിറ്റുമായി കോയമ്പത്തൂർ പ്രോവിൻസ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. നന്ദി. അലൂഷ്യസ് പെരേര സൈനിങ് ഓഫ് ഫോർ WMC ന്യൂസ്.